ഹലോ വെൽക്കം ടു AZB അക്കാഡമി. എല്ലാവർക്കും നമ്മുടെ AZB അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമുക്കറിയാലോ, നമ്മുടെ LDCയുടെ നമ്മുടെ 2027 LDCയുടെ കുറേ കാര്യങ്ങൾ അതിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട്. നേരത്തെ ഓൾറെഡി കഴിഞ്ഞ തവണത്തെ എക്സാം നമ്മുടെ 24 എക്സാമുകളൊക്കെ എഴുതിയ ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ അതല്ലാതെ ഫസ്റ്റ് ടൈം ഈ ഒരു എക്സാമിന് വേണ്ടി ആയാലും പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഇത്തവണ വന്നിട്ടുണ്ട് അല്ലേ. അങ്ങനെയൊക്കെ ഒരുപാട് പേർക്ക് കുറേ കൺഫ്യൂഷൻസും കാര്യങ്ങളും എല്ലാം ഇതുമായിട്ട് റിലേറ്റഡ് ആണ്. വിച്ച് മീൻസ് നമ്മൾ എത്ര നാൾ വേണ്ടി പ്രിപ്പയർ ചെയ്യണം, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ ഒരു എക്സാമിന്റെ യോഗ്യത, നമ്മൾ എത്ര നാൾ പ്രിപ്പയർ ആയാലും കിട്ടും, അല്ലെങ്കിൽ ഏതാണ് ഇതിന്റെ പ്രായപരിധി, അങ്ങനെ പ്രത്യേകിച്ച് പ്രായപരിധിയും അതുപോലെ വിദ്യാഭ്യാസ യോഗ്യതയൊക്കെ ചോദിച്ച് ഒരുപാട് ഡൗട്ട്സ് ഈ ഒരു എക്സാം റിലേറ്റഡ് വന്നിട്ടുണ്ട്. ആ ഒരു കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയും ആർക്കൊക്കെയാണ് ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്, അതുപോലെ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, അങ്ങനെ LD എക്സാംസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കൺഫ്യൂഷൻസും നിങ്ങൾക്ക് ഒഴിവാക്കി തരുന്നതിന് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്തിരിക്കുന്നത്. വൺസ് അഗൈൻ വെൽക്കം ടു AZB അക്കാഡമി. നമുക്കറിയാലോ, നമുക്ക് ഏറ്റവും അവസാനമായിട്ട് ഈ ഒരു എക്സാമിന്റെ LD ക്ലാർക്ക് എന്ന് പറയുന്ന ഒരു വേക്കൻസി നമുക്ക് വന്നിരിക്കുന്നത്. എക്സാംസ് നമുക്ക് എന്തായിരുന്നു, 2024 നമുക്ക് ഇതിന്റെ എക്സാംസ് ഉണ്ടായിരുന്നു അല്ലെ. 2024 നമുക്ക് എക്സാംസ് വന്നത്. ആൻഡ് അതിന്റെ അഡ്വൈസ് ഇപ്പോൾ 2025 ആയപ്പോഴത്തേക്കാണ് നമുക്ക് അതിന്റെ ഒരു മെയിൻ ലിസ്റ്റും വന്നിരിക്കുന്നത് അല്ലെ. 2025 നമുക്ക് അതിന്റെ മെയിൻ ലിസ്റ്റും വന്നു. അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യം ഉണ്ടായിരിക്കും, നിങ്ങൾക്ക് ഇതിന്റെ ഒരുപാട് സംശയങ്ങൾ, അതിന്റെ സിലബസിൽ മാറ്റങ്ങളുണ്ടോ, എക്സാം പാറ്റേണിൽ വ്യത്യാസം ഉണ്ടാകാൻ സാധ്യതയുണ്ടോ, അതുപോലെ പ്രായപരിധി, യോഗ്യത, ഇതുപോലെ കുറെ കാര്യങ്ങൾ, ഡൗട്ടും കാര്യങ്ങളും എല്ലാം വന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്നീ എക്സാംസ് വരും എന്നുള്ളൊരു കാര്യത്തിൽ പല സംശയങ്ങൾ ചോദിച്ചിരുന്നു. അപ്പോൾ അതിൽ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം നമുക്കറിയാലോ, 2024 എക്സാം നടന്നത്. 2025 എന്ത് വന്നു, മെയിൻ ലിസ്റ്റ് വന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് 2028 വരെയാണ് ഈ ഒരു ഇപ്പൊ വന്നിരിക്കുന്ന ഈ ഒരു ലിസ്റ്റിന്റെ കാലാവധി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്, 2028 വരെ ആയതുകൊണ്ട് തന്നെ 2028 ആവുമ്പോഴത്തേക്ക് അടുത്ത മെയിൻ ലിസ്റ്റ് എന്ത് ചെയ്യണം, വന്നിരിക്കണം അല്ലെ. അപ്പൊ 2028 അടുത്ത മെയിൻ ലിസ്റ്റ് വരണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യണം, 2027 നമുക്ക് അടുത്ത LD ക്ലാർക്ക് എക്സാംസ് എന്ത് ചെയ്യും, ഉറപ്പായിട്ടും നടന്നിരിക്കും. 2027 ഉറപ്പായിട്ടും എന്ത് ചെയ്യുന്നത്, അടുത്ത LD എക്സാംസ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു 2025 അവസാനത്തേക്കോ അല്ലെങ്കിൽ ഏറ്റവും നമുക്ക് 2026 തന്നെ ഉറപ്പായിട്ടും നമുക്ക് 2026 ഏറ്റവും കൂടുതൽ എന്ത് പ്രതീക്ഷിക്കാൻ പറ്റുന്നത്, അടുത്ത LD ക്ലാർക്കിന്റെ നോട്ടിഫിക്കേഷൻസ് നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ 2026 എന്ത് വരും, നമുക്ക് നോട്ടിഫിക്കേഷൻസ് വരും. 27 എക്സാം, മെയിൻ ലിസ്റ്റും കാര്യങ്ങളെല്ലാം 28 ആകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, ഈ ഒരു ലിസ്റ്റിന്റെ കാലാവധി കഴിയുമ്പോൾ ഉറപ്പായിട്ടും 2028 തന്നെ പുതിയ LD ക്ലാർക്കിന്റെ ലിസ്റ്റ് എന്ത് ചെയ്യണം, പബ്ലിഷ് ചെയ്യണം അല്ലെ. അപ്പോൾ ആർക്കൊക്കെയാണ് ഇത് പറ്റുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമുക്കറിയാലോ. സ്കെയിൽ ഓഫ് പേ ഏകദേശം ഒരു 26,500 60,700 വരെയാണ് എന്ത് ചെയ്യുന്നത്, ഇതിന്റെ ഒരു സ്കെയിൽ ഓഫ് പേ വരുന്നത്. അപ്പോൾ ഈ ഒരു എക്സാംസിന് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ആർക്കൊക്കെ ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് ഈ ഒരു വീഡിയോയിൽ പറയാം. അപ്പോൾ ഇതിന്റെ ഒരു നമുക്കറിയാലോ ക്വാളിഫിക്കേഷൻ വരുന്ന എല്ലാവരും നിൽക്കുക. SSLC ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത് കേട്ടോ. SSLC അല്ലെങ്കിൽ അതിന് തത്തുല്യമായ ക്വാളിഫിക്കേഷൻ ആണ് എന്ത് ചെയ്യുന്നത്, ക്വാളിഫിക്കേഷനിൽ പറയുന്നത്. അപ്പൊ മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് തന്നെയാണ് SSLC തന്നെയാണ്. അപ്പൊ SSLC ആണ് യോഗ്യത വരുന്നുണ്ടെങ്കിൽ എത്ര വയസ്സ് വരെ മുതൽ എത്ര വയസ്സ് വരെ നമുക്ക് ഇതിന് അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് അടുത്ത് നമുക്ക് വരുന്നത് അല്ലെ. എത്ര വയസ്സ് മുതൽ എത്ര വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. അപ്പൊ നിങ്ങൾ അറിഞ്ഞിരിക്കുക, ഇതിന്റെ ഒരു പ്രായപരിധി വരുന്നത് 18 മുതൽ 36 വരെയാണ്. പ്രായപരിധി എത്രയാണ്, നമ്മുടെ LD ക്ലാർക്കിന് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പ്രായപരിധി എന്ന് പറയുന്നത് 18 മുതൽ 36 വയസ്സ് വരെയാണ് ഇതിന്റെ പ്രായപരിധി വരുന്നത്. അപ്പൊ ഇത് ഫസ്റ്റ് ചാൻസ് വരുന്നേ ലാസ്റ്റ് ചാൻസ് വരുന്നേ ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കും അല്ലെ, ഇനി വരാൻ പോകുന്ന എക്സാമുകൾ. അപ്പൊ നിങ്ങൾ എല്ലാവരും ഒരുപോലെ ഒരേ എഫേർട്ടോടെ പഠിക്കേണ്ട ഒരു എക്സാം തന്നെയാണ് ഏതെന്ന് പറയുന്നത്, നമ്മുടെ LD ക്ലാർക്ക്, അപ്കമിങ് LD ക്ലാർക്കിന്റെ എക്സാമിനേഷൻസ് പറഞ്ഞല്ലേ. അപ്പൊ ഈ 36 എന്നുള്ള ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. റിലാക്സേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ റിലാക്സേഷൻ വരുന്നുണ്ട് കേട്ടോ. അതായത് നിങ്ങൾ OBC കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ 36 എന്നുള്ളത് 39 വയസ്സ് വരെ ഉള്ളവർക്ക്. OBC കാറ്റഗറി ആണെങ്കിൽ എത്ര വയസ്സ് വരെ അപ്ലൈ ചെയ്യാം, 39 വയസ്സ് വരെ ഉള്ളവർക്ക്, അല്ലെങ്കിൽ എന്താണ് 39 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ SC/ST കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ 41 വയസ്സ് വരെയാണ് എന്ത് വരുന്നത്, പ്രായപരിധി വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ വരുന്ന സംശയമായിരിക്കും, പലപ്പോഴും ആദ്യമായിട്ട് എഴുതുന്നവർക്ക് വരുന്ന ഒരു സംശയമാണ്, 2027 എക്സാംസ് വരും. അപ്പൊ 27 ഞങ്ങൾക്ക് 36 വയസ്സാണെങ്കിൽ പിന്നെ അപ്ലൈ ചെയ്യാൻ പറ്റില്ലേ, അല്ലെങ്കിൽ 27 ഞങ്ങൾക്ക് 39 വയസ്സായാൽ പിന്നെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നുള്ള സംശയമെല്ലാം നിങ്ങൾക്കാണ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പ്രായപരിധി എന്ന് പറയുന്നത് നോട്ടിഫിക്കേഷൻ വരുന്ന ടൈമിൽ നിങ്ങളുടെ പ്രായം എത്രയാണോ അത് മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അതിനകത്തല്ലാതെ വേറെ ഒരു കൺഫ്യൂഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ട. നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് നിങ്ങളുടെ പ്രായം എത്രയാണോ അത് മാത്രമാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ശ്രദ്ധിക്കേണ്ടത്. അല്ലാതെ എക്സാം എഴുതുന്ന ടൈമിൽ നമ്മൾ 36 വയസ്സ് കഴിഞ്ഞോ ഇല്ലയോ എന്നുള്ളതൊന്നും എന്തല്ല,
അതിനെ ബാധിക്കുന്ന കാര്യമല്ല. നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് 18 മുതൽ 36 വയസ്സ് വരെ പ്രായപരിധിയുള്ള ഏതൊരാൾക്കും എന്ത് ചെയ്യാം? SSLC ക്വാളിഫിക്കേഷനുള്ള ഏതൊരാൾക്കും നമ്മളുടെ LD ക്ലാർക്ക് പരീക്ഷയിലേക്ക് എന്ത് ചെയ്യാം? അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും എന്നുള്ള കാര്യം എന്ത് ചെയ്യുക? ഒന്ന് ഓർത്തിരിക്കുക അല്ലെ. അപ്പൊ എന്താണ് നമുക്ക് പറഞ്ഞിട്ട് 2026 നോട്ടിഫിക്കേഷൻ വരുന്നത്. 27 നമുക്ക് എന്ത് കാണും? പരീക്ഷകൾ കാണും. അതുപോലെ 28 ആകുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യും? മെയിൻ ലിസ്റ്റ് വരും. അപ്പൊ ഇപ്പോഴേ പഠിക്കണോ എന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? ഇപ്പോൾ പഠിച്ചു തുടങ്ങിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റൂ? കൃത്യമായിട്ട് ആ ഒരു പരീക്ഷ ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റൂ. കാരണം GK ക്വസ്റ്റ്യൻ ഏറ്റവും വൈഡായിട്ട് പഠിക്കേണ്ട നമുക്കൊരു അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ പരീക്ഷ തന്നെയാണ് നമുക്ക് ഏതെന്ന് പറയുന്നത്? LD ക്ലാർക്ക് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ പൊതുവിജ്ഞാനം തന്നെ നോക്കാം. നമുക്ക് ഏകദേശമല്ല 50 മാർക്കിനോളമുള്ള ചോദ്യങ്ങൾ നമുക്ക് എവിടെ നിന്ന് തന്നെയാണ്? GK പാർട്ടിൽ നിന്ന് തന്നെ വരും അല്ലെ. കറന്റ് അഫയേഴ്സ് കൂടാതെ GK പാർട്ടിൽ നിന്ന് തന്നെയായിട്ട് നമുക്ക് എന്ത് വരും? ഏകദേശം 50 മാർക്കിനുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട് അല്ലെ. ചരിത്രം, ഭൂമിശാസ്ത്രം, ധനതത്വശാസ്ത്രം, ഇന്ത്യൻ ഭരണഘടന, കേരളം, അതുപോലെ ഭരണ സംവിധാനങ്ങളും, ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും, ഭൗതിക ശാസ്ത്രം, രസതന്ത്രം, കല, കായികം, സാഹിത്യം, സംസ്കാരം, അതുപോലെ IT കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങളിൽ നിന്ന് എന്ത് ചെയ്യാം? നിങ്ങൾക്കൊരു 3 മാർക്കുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട്. അതുപോലെ ഇന്ത്യയിലെ സുപ്രധാന നിയമങ്ങൾ ഇതും വരുന്നുണ്ട്. ഇന്ത്യയിലെ സുപ്രധാന നിയമങ്ങൾ, ഇതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഇതെല്ലാം കൂടി ചേർത്ത് കറന്റ് അഫയേഴ്സ് കൂടാതെ തന്നെ GK പാർട്ടിൽ നിങ്ങൾക്ക് എത്രയാണ്? 50 മാർക്കിനുള്ള ചോദ്യങ്ങൾ എവിടെ നിന്നാണ്? GK പാർട്ടിൽ നിന്ന് തന്നെയാണ് വരുന്നത് കേട്ടോ. അപ്പൊ വളരെ വൈഡായിട്ട് ജനറൽ സബ്ജക്ട്സ് പഠിക്കേണ്ട ഒരു പരീക്ഷ തന്നെയാണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ LD ക്ലാർക്ക് LDC എക്സാം എന്ന് പറയുന്നത്. ഇതിന്റെ സിലബസും കാര്യങ്ങളും എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോന്നിലും എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത് നമുക്കൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇത് കൂടാതെ ഈ ജനറൽ സബ്ജക്ട്സിൽ അല്ലെങ്കിൽ GKയിൽ 50ന്റെ കൂടാതെ ഒരു 20 കറന്റ് അഫയേഴ്സും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു കറന്റ് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ഒരു 20 മാർക്കിനും കൂടെ എന്ത് ചെയ്യും? നിങ്ങൾക്ക് അവിടെ വരും അല്ലെ. അപ്പൊ 50 GK ക്വസ്റ്റ്യൻസിന് കൂടെ തന്നെ കറന്റ് അഫയേഴ്സ് എത്രയാണ്? 20 ചോദ്യങ്ങളും കൂടി അവിടെ വരുന്നുണ്ട് അല്ലെ. ബാക്കി 30 മാർക്ക് എന്ത് ചെയ്യുന്നുള്ളൂ? നമ്മുടെ ഗണിതവും മാത്സും അതുപോലെ എന്താണ് റീസണിങ് ക്വസ്റ്റ്യൻസും അതുപോലെ എന്താണ് ജനറൽ ഇംഗ്ലീഷും എല്ലാം കൂടെ എത്രയാണ്? ബാക്കി 30 മാർക്ക് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? അവിടെ വരുന്നുള്ളൂ. 10 മാർക്ക് മാത്സ് ആൻഡ് റീസണിങ്ങിന്, പിന്നെന്താണ് ഇംഗ്ലീഷ് 10 മാർക്കിന്, അതുപോലെ പ്രാവശ്യം അതെന്ന് പറയുമല്ലോ മലയാളം എത്രയാണ്? 10 മാർക്കിന്. ഈ ഒരു രീതിയിലാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്? വരുന്നത്. അപ്പോൾ ഡീറ്റെയിൽഡ് സിലബസ് അപ്കമിങ് ഒരു വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും? ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും ഓർക്കുക, നിങ്ങളുടെ ഒരു ക്വാളിഫിക്കേഷൻ പ്രായപരിധിയിൽ ഇനി ഒരു സംശയവും വേണ്ട. നിങ്ങൾക്ക് എക്സാം വരുന്ന ടൈമിൽ, നോട്ടിഫിക്കേഷൻ വരുന്ന ടൈമിൽ SSLC ക്വാളിഫിക്കേഷൻ ഉള്ള നോട്ടിഫിക്കേഷൻ ടൈമിൽ 36 വയസ്സ് വരെ 18 മുതൽ 36 വയസ്സ് വരെ വരുന്ന ഏതൊരാൾക്കും എന്ത് ചെയ്യാം? അത് OBC ആണെങ്കിൽ 39, SC ST ആണെങ്കിൽ 41 വയസ്സ്, അങ്ങനെ ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന ഏതൊരാൾക്കും നമ്മുടെ എന്ത് ചെയ്യാം? LD എക്സാംസിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും എന്നുള്ള കാര്യം എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. അപ്പൊ ആ യോഗ്യതയുടെ കാര്യത്തിലോ പ്രായത്തിന്റെ കാര്യത്തിലോ ഇനി ആർക്കും എന്ത് വേണ്ട? ഒരു കൺഫ്യൂഷനും വേണ്ട. സോ ഈ ഒരു നമ്മൾ ഈ പറഞ്ഞ ഇപ്പോഴത്തെ ഡീറ്റെയിൽഡ് സ്റ്റഡി പ്ലാൻ അനുസരിച്ച് ഈ ഒരു എക്സാംസ് ക്രാക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളുമായി ഞങ്ങളുടെ ASB അക്കാഡമിയുടെ മിഷൻ LDC 2027 എന്ന് പറയുന്ന കോഴ്സ് നമ്മൾ ഒഫീഷ്യലായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കൃത്യമായിട്ട് പഠിക്കാൻ ആവശ്യമുള്ള എല്ലാ സഹായങ്ങളും 24/7 ഡൗട്ട് സോൾവിംഗ് അസിസ്റ്റൻസോട് കൂടി തന്നെ ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസ്സസ് ആയിട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ പഠിച്ചു എന്ന് ഉറപ്പുവരുത്തുന്നതിനായിട്ട് കൃത്യമായിട്ട് 1-to-1 മെന്റർഷിപ്പ് സപ്പോർട്ടോട് കൂടിയുള്ള ഒരു പേഴ്സണലൈസ് സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് ഈ കോഴ്സിന്റെ ഭാഗമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ ടോപ്പിക് ഓറിയന്റഡ് ഫോക്കസ് സെക്ഷൻസ് കൂടാതെ തന്നെ ഡെയിലി, വീക്ക്ലി ആൻഡ് മന്ത്ലി കറന്റ് അഫയേഴ്സ് സെക്ഷൻസും എക്സ്ട്രാ ആയിട്ട് നിങ്ങൾക്ക് ഒരു കോഴ്സിനോട് പ്രൊവൈഡ് ചെയ്യും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓരോ ദിവസങ്ങളുടെ സ്റ്റഡി ലെവൽ അനലൈസ് ചെയ്യുന്നതിന് വേണ്ടി ഡെയിലി മോക്ക് ടെസ്റ്റുകളും ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് നടത്തുന്നതാണ്. സോ ഈ ഒരു അവസരം മാക്സിമം പ്രയോജനപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ASB അക്കാഡമിയുടെ ആപ്പ് നമുക്ക് ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും ലഭ്യമാണ്. അതിൽ നിങ്ങൾക്ക് ഈ കോഴ്സിന്റെ ഡീറ്റെയിൽസ് എല്ലാം അവൈലബിൾ ആകുന്നതായിരിക്കും. സോ താല്പര്യമുള്ളവരെല്ലാം കോൺടാക്ട് ചെയ്യുക. ഇതിന്റെ പേരുള്ള എല്ലാ കൺഫ്യൂഷൻസും എല്ലാം മനസ്സിൽ നിന്ന് കളഞ്ഞിട്ട് കൃത്യമായിട്ട് ഇപ്പോൾ തന്നെ ഈ ഒരു എക്സാമിന് വേണ്ടി നിങ്ങൾ എല്ലാവരും പ്രിപ്പയർ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. സോ ഇതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോസുമായിട്ട് അപ്കമിംഗ് സെക്ഷൻസിൽ നമുക്ക് കാണാം. സോ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ കൺക്ലൂഡ് ചെയ്യുകയാണ്. സോ ടാറ്റ, ബൈ ബൈ, സൈനിങ് ഓഫ്.